അത് ശരി, ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. മതിയായില്ലേ? നിങ്ങൾ പരിചയക്കാരാണല്ലേ, ഫ്രണ്ട്സ്? അതിരിക്കട്ടെ, ഈ വെളും പയ്യത് ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ. അയ്യോ, നിങ്ങളും എങ്ങനെ പരിചയം? വിമാനത്തിൽ വെച്ചുള്ള പരിചയം. ബിസിനസ് യാത്രകൾ മാസത്തിൽ 28 ദിവസവും വിമാനത്തിലാണല്ലോ. എന്തൊരു എന്തൊരു ബിസിനസ്? ഞങ്ങൾ ബിസിനസ്സുകാരത്ത് ബിസിനസ് എന്തുവാന്ന് ചോദിക്കരുത്, 100 കൂട്ടം ബിസിനസ് അല്ലയോ. പരിചയപ്പെട്ട ഈ സന്തോഷം. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. അതിനെന്താ, ഞങ്ങളെ ഈ വീടുകൾ തമ്മിലേ ബന്ധമുള്ളൂ, പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല. ലാവന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എടേ കണ്ണാ, മോനെ നീ എങ്ങോട്ട് പോണത്? അവിടെ മാന്യന്മാർക്ക് കേറാൻ പറ്റിയ വീടല്ലടേ. നീ മാന്യനല്ലാത്തോണ്ടല്ലേ എന്റെ അതിര് കിടന്ന് ഇപ്പുറത്തോട്ട് വന്ന. അപ്പുറത്ത് പോണേ. ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി വരെയൊക്കെ? ലവനെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ തന്നെ വന്നത്, അല്ലാതെ നിന്റെ പെമ്പറിനോരെ കൂടെ പൊറുക്കാനല്ലടേ. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ. അറിയാം നിനക്ക്? ഓ, നീ മൊത്തമായി ഷേവ് അച്ചി എന്നെ പറ്റി പറഞ്ഞു എന്നെ ചോദിക്കൂലേ? നല്ല വർത്താനം വായിന്ന് കേൾക്കണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോയില്ല. തള്ള അണ്ടി കമ്പനി അണ്ടി പൊളിക്കാൻ വന്ന നിനക്ക് അത്തരം വർത്താനം വരുവടി. എടി മുറ്റ അടിക്കാൻ വന്ന നീ അടിച്ചി മരപ്പെട്ടി മാക്കാനെ കൊണ്ടല്ലേ പോയത്. നീ ആണാണെങ്കിൽ നിന്റെ പെമ്പറിനോട് ആദ്യം കൊണ്ടുപോകണേ. ഞാനായതുകൊണ്ടാണ് ഇതുകൊണ്ടൊരു പൈങ്കിളി കൊച്ചടിക്കൊണ്ടായ. അയൽവക്കത്ത് നല്ല ആണുങ്ങളുണ്ടെങ്കിൽ പൈങ്കിലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായതാണ് നിന്റെ മോള്. ഇത്തരം ചെറ്റ വർത്താനം ചന്ത പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീസന്റ് ഇല്ലേ? പിന്നല്ലാതെ എവിടുന്ന് കിട്ടിയടേ യവനെ? ഊരും പേരും അറിയാത്ത യവനെ മോളുടെ കൂടെ പൊറുപ്പിച്ചില്ലേ? ആര് പറഞ്ഞടാ അവന് ഊരും പേരും ഇല്ലെന്ന്? നിനക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരനാണ് ഇവൻ. അറിയാം? അതിനേക്കാൾ വലിയ കോടീശ്വരനാണ് പച്ചവന്. നീ പോടാ മറച്ചവന്. ഇവൻ ആരാണെന്ന് എനിക്കറിയാം. ഇവനാണ് ഈ വീട്ടിൽ ഞാനൊരു ഗസ്റ്റായി താമസിച്ച കുറ്റത്തിനാണോ ഈ വഴക്ക്? എന്റെ ആത്മാർത്ഥ സുഹൃത്തുമായി ഈ വീട്ടിന്റെ മുറ്റത്ത് നിന്നും സംസാരിച്ചതിനാണോ ഈ വഴക്ക്? ഈ പാവം പെൺകുട്ടിയെയും എന്നെയും ചേർത്ത് എന്തെല്ലാം അപഖ്യാതികളാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ മൂലം ചീത്ത പേര് കേൾക്കേണ്ടി വന്നതിൽ കുട്ടിക്ക് വിഷമമുണ്ടോ? പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ നിൽക്കുന്ന കുബേരയുടെ മകൾ ലക്ഷ്മി കുബേരെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കഴിച്ച് ഈ ചീത്ത പേര് മാറ്റും എന്ന് ഇതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മോനെ കണ്ണ രക്ഷിക്കടേ, നീയും പ്രഖ്യാപിക്കടേ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പ്രഭാര പ്രഭുവിന്റെ മകൾ പാർവതി പ്രഭുവിനെ എന്റെ ആത്മസുഹൃത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. No one's called. No one sent a note. Okay, I don't understand why they're scared. പെട്ടെന്നുള്ള വാശിയിൽ കല്യാണം നിശ്ചയിച്ചെങ്കിലും നിന്റെ അച്ഛൻ്റെ കൂടെ വിവരം പറയേണ്ട മര്യാദകൾ നമുക്കില്ലേടെ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അറിഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല. എങ്കിലും ഒന്ന് സൂചിപ്പിച്ചരേ. അത് വേണോ? ഹലോ ഹലോ, അച്ഛൻ ഞാൻ കണ്ണനാ. അച്ഛനോ? അച്ഛനാ വള്ളി വാണിച്ചു. അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണ് വലിയ കോടീശ്വരി ആയിരിക്കും. പക്ഷെ എനിക്ക് ആ കല്യാണം വേണ്ട. എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അച്ഛനെ നടത്തി തരണം. നടക്കില്ലെന്നോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ സ്നേഹിച്ചു പോയി. കേട്ടിട്ടില്ലേ കുബേരയെ കുറിച്ച്? അദ്ദേഹത്തിന്റെ മകളാ. കേട്ടിട്ടില്ലെന്നോ? കേട്ടിട്ട് പോലും ഇല്ലെന്ന്. ഞാൻ വാക്ക് കൊടുത്തുപോയി. ഇനി പിന്മാറില്ല. എന്ത്? അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ലെന്നോ? അച്ഛന്റെ മോനാണ് ഞാനെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കെട്ടു. ഇത് സത്യം, സത്യം, അസത്യം. ആഹാ, എനിക്കുണ്ട് വാശി. ഞാൻ എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടു. അച്ഛന്റെ കാഴ്ചപ്പാടി നിങ്ങളൊക്കെ വെറും സാധാരണക്കാരാ. ചുരുങ്ങിയത് 50 കോടിയുടെ സ്വത്തെങ്കിലുള്ള പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കൊള്ളുന്ന. അതില് കാര്യമില്ല. കെട്ടി കഴിഞ്ഞാ പിന്നെ അച്ഛൻ എന്ത് ചെയ്യാൻ? അതെ, പെണ്ണ് ഗർഭിണിയോട് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തറിഞ്ഞാലും ഏതച്ഛനും സമ്മതിക്കും. അച്ഛനാണെ സമ്മതിക്കില്ല. പിന്നെ സമ്മതിച്ചില്ലേ പിന്നെ അച്ഛനല്ല, മൃഗമാണ്. എനിക്ക് സന്തോഷമായി. അച്ഛൻ മൃഗം എന്ന് പറഞ്ഞ എന്തിനിത്ര സന്തോഷിക്കണത്? ലക്ഷ്മി, തൽക്കാലം ഈ കല്യാണം രഹസ്യമായിട്ടങ്ങ് നടത്തിയാലോ? അതെ, ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഓ തന്നെ, നമുക്ക് റൈസ് കല്യാണം മതിയടേ. ഞാൻ വിചാരിച്ച പോലെ എന്നെ ആയി. കെട്ട് കഴിഞ്ഞാണ് മാല ഇടേണ്ടത്, അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല. എടേ കുമാര, നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണമെന്ന് എനിക്ക് വാശി ഉണ്ടായിരുന്നു. അത് നടന്നോടെ? നടന്നില്ലടേ. 1 മണിക്കൂറിന് മുമ്പ് അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് രജിസ്റ്ററിൽ ഒപ്പിടാൻ ഇങ്ങോട്ട് വന്നത്.
മാറിയില്ലേ തൊട്ട 7 ആറ്റി കുളിക്കണം. ഞാനേ ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്താ ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത്? അയാൾ വരണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ നീ കൊണ്ടുവരൂ. എനിക്ക് അതിനിടി വെച്ചിട്ടുണ്ട്. മിടുക്കൻ. ഞാൻ പ്രതീക്ഷിച്ചതിൽ നേരത്തെ സംഗതി. കൺഗ്രാചുലേഷൻ. ഇതാ പറഞ്ഞു തുക. ഇനിയിപ്പം എന്റെ കയ്യിലാ. എനിക്ക് ആ പ്രഭാര പ്രഭുവിനെ നടത്തിയിടണം. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയണം, മാട്ടുപ്പെട്ടി ചന്തയിലെ വെറും കൂലിയെ നിന്നെ കുറിച്ചും നിന്റെ കുടുംബമേ കുറിച്ചും. ഇപ്പൊ തന്നെ വേണം. വേണം. അതാണ് എന്റെ പ്രതികാരം. ഇപ്പൊ തന്നെ. അയ്യോ, മണ്ടത്തരം കാണിക്കരുത്. ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല. ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ച എന്നെ അടിച്ചോടിച്ച് പെണ്ണിനെ മറ്റൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ എന്തോന്ന് പ്രതികാരം? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കണം. കാത്തിരിക്കേ? ആ പെണ്ണിന് നീ തെളിച്ചു പറ. പെണ്ണ് കുറച്ച് പുളിയും വാങ്ങി തിന്നുന്നത് വരെ. എങ്ങനെ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയാം. ഇവൻ പറഞ്ഞതിന് കാര്യണ്ട്. പെണ്ണ് ഗർഭിണി ആയ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പുറത്തോളും. നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ശാപേക്കത്തുമില്ല. ഓക്കെ? ഓക്കെ. സമ്മതിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇടപാടുകളൊക്കെ തീർന്നല്ലേ? ഇനി ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വേഗം പുറപ്പെടാൻ നോക്കുണ്ണി കിട്ടാ. എങ്ങോട്ട്? ചെറുക്കന്റെ വീട്ടിലോട്ട്. അതല്ലേ നാട്ടു നടപ്പ്. അയ്യോ, അത് നടക്കോ? നടക്കണ്ട. കാറി പോയാ മതി. വാ വാ, നീ വാടേ മണ്ണുണ്ണി. അച്ഛാ, ഇന്ന് തന്നെ പോണോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതൊന്നും സാരമില്ലടേ. നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും. ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്താക്കാൻ കഴിയില്ലടേ. നിങ്ങൾ കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ എത്തിക്കൊള്ളാം. മോളെ, നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും വിട്ടുകൊടുക്കരുത്. എടി, അവിടെ കിടന്ന് ക്വാന അടിക്കാതെ രാഹുകാലത്തിന് പുറപ്പെട്ടിട്ട് വരി. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോണമെന്ന് ആരുണ്ടാക്കിയ നിയമമാണ്? ഓ, നാണം കെട്ട ഒരു നാട്ടുകടപ്പ്. മോളെ പാർവതി, എന്റെ അച്ഛൻ എന്തായാലും ആ വീട്ടിലോട്ട് കയറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് നമുക്കൊരു ഊട്ടിയിലോ കൊടൈക്കനാലോ ടൂർ പോയാലോ? ശരിയാ, ആ തണുപ്പിൽ 1.5 മാസം കൊണ്ട് സംഭവം ശരിയാക്കാം. എന്ത് സംഭവം? ഈ വീട്ടിൽ കയറുന്ന സംഭവം. നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട. കണ്ണേട്ടന്റെ വീട്ടിലേക്ക് പോയാൽ മതി. തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാം. എന്നിട്ട് സാവകാശം ഞാൻ ചെന്ന് എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കാം. അതുവരെ നിന്റെ അച്ഛനും വിവരം അറിയണ്ട. 1 മാസത്തേക്ക് തകർത്ത് ജീവിക്കാൻ വേണ്ട തൊട്ട് കയ്യിലുണ്ടല്ലോ. വണ്ടി പറ, ഏതെങ്കിലും ഏൽക്കരുത്. എടി ചാണ്ടേ, ഇങ്ങോട്ട് വാടി. നമ്മുടെ മോളും മരുമോനും ഊട്ടിക്ക് പോയിരിക്കുന്നു ഹണിമൂണിന്. അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് തൊള്ള ഉറക്കുന്നേ? മോൻ ഫോൺ ചെയ്തപ്പോ കേട്ടതല്ലേ? നീ അപ്പൊ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ കല്യാണം കഴിക്കണ ഏത് തെണ്ടി ഹണിമൂണിന് പോണത് ഊട്ടിയിലോട്ടാണ്. പക്ഷെ ഞാൻ എന്റെ മോളെ ആഫ്രിക്കയിലോട്ടാണ് ഹണിമൂണിന് അയക്കാൻ പോണത്. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. പതുക്കെ പറഞ്ഞാൽ മതി. ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു. കേട്ടല്ലോ, ഇപ്പൊ മതിയായല്ലോ. എന്തിന്? ഊട്ടി. എന്തിനേ ഭരണി പൊക്കിക്കൊണ്ടുവരണത്? അവക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ്. അവിടെ ഒരു മാങ്ങ അച്ചാർ. അവളുടെ അടുക്കളയിൽ 24 കൂട്ടം അച്ചാർ കാണും. എന്നാലും ഒരെന്നാലും ഇല്ല. അവൾക്ക് അവിടെ പരമ സുഖമാണ്. ഒരു കുറവും വരില്ലടി. എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ്. മനസ്സിലായില്ലേ? ആദ്യത്തെ ലോഡിറക്കാൻ പോവാണെന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വരുന്നുണ്ട്. വണ്ടി പോട്ടെ. ലോഡെങ്ങോട്ടാ? മാട്ടുപ്പെട്ടി മഹാദേവന്റെ വീട്ടിലോട്ട്. മാട്ടുപ്പെട്ടി മഹാദേവൻ. എന്താ ഇടപാടിത്? ഞാനല്ല. എല്ലാം ഒരേ നിറവും തലയിൽ കിട്ടും. അയ്യോ, ആള് മാറിപ്പോയി. ആരുടെ? ആളെ മനസ്സിലായില്ല. പോയെന്നാ തോന്നുന്നു. രക്ഷപ്പെട്ട്. നീ? അതെ, ആള് മാറിപ്പോയിട്ടില്ല. ചുവന്ന ഷർട്ട്, കള്ളിമുണ്ട്,
തലേക്കെട്ട്. കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന്? കൂലിക്കാരനോ? ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു. അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റില്ല. അതെനിക്കൊരു വാശിയായി. ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു, എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നാറ്റിക്കുമെന്ന്. അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലിവേഷം. ഞങ്ങൾ എവിടെയാ താമസിക്കുന്നത് അറിയാവോ? ചേരിയില് ചേരിയില്. മോനെ, എനിക്ക് എന്റെ മോക്കും വേണ്ടി നീ അനുഭവിക്കണം ത്യാഗങ്ങൾ. നീ വലിയവനാടാ, വലിയവൻ. ഇനി എന്തിനാണ് ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ ക്വാരിയിട്ട വെള്ളം ഞാൻ തന്നെ ത്യാവിക്കളയാം. ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ? അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ശരി, അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. അച്ഛാ 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 അച്ഛാ, അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഞങ്ങൾ കൂടെ വരാൻ തയ്യാർ. മഹാദേവന്റെ വീട്ടിലോട്ട് പോട്ട്. അയ്യോ അയ്യോ, മഹാദേവന്റെ വീട്ടിലോട്ടാ? എന്താ വീട് പണക്കാരൻ തന്നെ. ആ, ആരാ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? ഞാൻ കുബേര, കുമാർ കുബേര. ശരി, ഇരുന്നാട്ടെ. ഇരിക്കാം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാര്. താൻ തന്റെ മോന്റെ തന്ത, ഞാൻ എന്റെ മോടെ തന്ത. ഈയിടെ തന്റെ മോൻ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു. താൻ അവരെ പള്ളു വിളിച്ച് പുറത്താക്കി. ശരി എന്നെ. ഇനി തുറന്നങ്ങോട്ട് പറയാം, എന്റെ മോളെയാണ് തന്റെ മോൻ കെട്ടിയിരിക്കണത്. കയറ്റി ഇരുത്തിട്ട് ഇറങ്ങിപ്പോവാൻ പറയില്ല. നമുക്കെല്ലാം പറഞ്ഞു ഒതുക്കാം. ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. ഇല്ലെങ്കിൽ തന്റെ മോൻ മുഴുനീള കൂലിയായി പോകും. ഓട്ടടോ. എന്നാലും മാട്ടുപ്പെട്ടി മഹാദേവന് ഈ നാട്ടിലൊരു വിലയുണ്ട്. വിലയിടിയാൻ തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു പിച്ചക്കാരന്റെ മോളയല്ല, എന്റെ മോളയാണ്. കുബേര അണ്ടി കമ്പനി, കുബേര കേറ്റിയർ കമ്പനി, കുബേര ജൗളിക്കട, കുബേര ബ്ലേഡ് കമ്പനി, ഇതിന്റെയൊക്കെ മുതലാളിയാണ് ഞാൻ. സ്വർണത്തിന് ഇത്തിപ്പൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ 250 പവൻ കൊടുത്തു. ഇനിയും വേണോ തരാം. സ്ത്രീയനം വേണോ അതും തരാം. പക്ഷെ ഞാൻ പോലീസിന്റെ കൂടെ പറയൂല. മകന്റെ അച്ചു വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന സമ്പാദ്യം കൊണ്ട് തിന്നു കഴിയേണ്ട ഗതികേട് മഹാദേവനില്ല. സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. അവൻ കെട്ടുന്ന പെണ്ണിന് തറവാടിത്തം, അന്തസ്, അഭിജാത്യം, ഇത് മൂന്നും വേണം. ആ മൂന്നെണ്ണം എനിക്ക് കൊണ്ടുപോവാ. ഇല്ല, നിങ്ങൾക്കതില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനെ. ചെറുക്കന്റെ തന്ത മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അനുവാദമില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപ്പെട്ടി മഹാദേവൻ അത്ര വിശാല മനസ്കൊണ്ടൊന്നുമല്ല. ഒരേ ഒരു മോനല്ലേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചിട്ട് ഒരാഴ്ചയായി. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. താൻ മാട്ടുപ്പെട്ടി മഹാദേവനല്ല, മാട്ടുതൊട്ടി മഹാദേവൻ. മാട്ടുപട്ടി. വണ്ടിയുടെ എന്താ ഇത്? കൊറേ നേരായാലും എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ. എന്താ വല്ലൊരു കളിയാക്കിയോ? കാണും കാണും. മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത്. കളിയാക്കാണ്ടിരിക്കോ? ലക്ഷ്മി, ഇപ്പോ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് ഞാൻ. എന്നാ പറ. നീ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോനല്ല ആണോ? അല്ല. അല്ല എന്ന് പറയാം. എന്തിത്ര വിമിട്ടം? കായ ഉണ്ടായ ശേഷം ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത്. അതിന്റെ മനോവിഷമം തീർക്കാൻ രണ്ടെണ്ണം അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മോനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദയോ ഉണ്ടായിരുന്നേ അയാൾ എന്റെ കൂടി വർത്തമാനം പറയാമായിരുന്നോ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ? വെറും വൃത്തികെട്ട മനുഷ്യൻ. നിന്റെ തന്തിയായതുകൊണ്ട് പറയല്ല. വെറും തറ തൊട്ടി ഒരു കൾച്ചറും ഇല്ലാതെ തെണ്ടി. അയാൾക്ക് പഠിപ്പില്ലടേ. അച്ഛാ, നീയൊന്നും പറയണ്ട. എന്തിനാണ് എടുക്കുള്ള വെച്ച് എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിൽ പോവാം. അതേന്നെ ഞാനും പറഞ്ഞത്. നീ എളുപ്പം പോയി പെട്ടി ശരിയാക്ക്. എന്റെ ഷർട്ടെല്ലാം എടുത്ത് വെക്കണേ. നിന്റെ ഷർട്ട് എന്തിനാണ് എടുക്കണത്? ഞാൻ എവിടെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. കൊച്ച, നീ പ്രതികാരം ചെയ്യേ, ജേരി താമസിക്കുക, ചുമട എടുക്കുക, എന്തൊരു പുല്ലുള്ളിലും ചെയ്. പക്ഷെ എന്റെ മോളെ ഈ ഓലക്കുരയിലിട്ട് നരവിപ്പിക്കാൻ ഞാൻ വിട്ടു തരൂല. നീ നിന്റെ തന്തയാനെ തൊപ്പിച്ചിട്ട് അയളുമായിട്ട് എന്റെ വീട്ടിൽ വാ. അപ്പൊ ഞാൻ മോളെ തരാം. ഞാൻ വരില്ല. അതുവരെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നീ വരും. ഞാൻ വരില്ല. അവള് കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരും. എടി, അവന്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ചാണ്, നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത്. ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ. വെട്ടിറേ. ഞാൻ വരൂല. ആടി എടി വരെ. ഇല്ല ബാലേട്ടാ. കുഞ്ഞേ, എല്ലാം ശരിയായി. എന്ത്? ഇനി ഇങ്ങനെ ഒളിച്ചും പാറ്റ് നടന്ന് കട്ടി ഇനി ഒന്നും വേണ്ട. നേരെ കൊണ്ടുവരാൻ പോയിക്കല്ലോ. ഇയാക്കെന്താ വട്ട് പിടിച്ച? എനിക്ക് വട്ട് അച്ഛനെന്തിനാ? ഭാര്യ വെട്ടിപ്പോയി. അമ്മയുടെ വീട്ടിലോ? കുഞ്ഞിന്റെ ഭാര്യ വെട്ടി. കുഞ്ഞിനെ ഭാര്യ ഒന്ന് കാണണമെന്ന് കൊച്ചമ്മ, കാണണ്ടാന്ന് മുതലാളി.
ആകെ ജടപുക. അവസാനം ഒരു ഒത്തീർപ്പിലെത്തി രണ്ടാളും കൂടെ കൊച്ചിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയിരിക്കാ. അവർ പോയിട്ട് ഇപ്പൊ എത്ര നേരമായി? അരമണിക്കൂറായി. ഉണ്ണികൃഷ്ണ നീ വണ്ടി കയറേ. നിർത്തി വെക്കട്ടെ, അവരിപ്പൊ എത്തും. സന്തോഷം. പുള്ളിക്കാരി പോകണ്ടില്ലേ? ഈശ്വര രക്ഷപ്പെട്ടു. നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ പുലിവാലാവും. നീ വാ. ഇല്ലേ എങ്ങോട്ടേറി പോണത്? അല്ല ലക്ഷ്മി. ആര് ലക്ഷ്മി? ആദ്യം നിന്റെ ഈ മുഖംമൂടി വലിച്ചെറി. മുഖം മൂടിയാ? വാ. ഞാൻ എല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ആ മഹാദേവനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ചതിയായിരുന്നു എനിക്കറിയാം. അറിയാമല്ലേ? ഇപ്പൊ എല്ലാം മനസ്സിലായല്ലേ? ഇനി ഈ കൂലി വേഷം വേണ്ട. ആ മഹാദേവൻ ഇവിടെ വന്നിരുന്നു. എന്തിനു ഞെട്ടിയത്? സത്യം, ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. നല്ല മനുഷ്യൻ, എന്തൊരു സ്നേഹം. ആ നല്ല മനുഷ്യൻ എപ്പോഴാ വന്നത്? ഒരു അരമണിക്കൂറായി ഇല്ലേ? ആ നല്ല മനുഷ്യൻ എങ്ങോട്ടാ പോയത്? വീട്ടിലോട്ട്. ഉണ്ണികൃഷ്ണ വണ്ടി എടു. മോനെ, നീ മിടുക്കനാണ്, മിടുമിടുക്കൻ. സ്വന്തം അച്ഛനല്ലേ ഈ മുട്ടൂത്തി കളഞ്ഞത്? തന്നെ തന്നെ. വാ മോളെ. ദൈവമേ, ഗുലുമാലിൽ നിന്നും ഗുലുമാലികളിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. നീ എന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ? എന്റെ ഭാര്യയാണെന്ന് വിശ്വസിച്ചിരിക്കുക. പാവം. നീ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് കരുതി സന്തോഷിച്ചിരിക്കുക. എനിക്കാകെ പേടിയാവാ. നീ വാ. ദൈവമേ. ഉണ്ണി, കണ്ടു വരൂ. ഇപ്പൊ ചാടിക്കരുതെന്ന് പറയണ്ട, വലിയ വഴക്കാവും. ഞാൻ വഴക്കൊന്നും പറയില്ല. ഒക്കെ ക്ഷമിച്ചു എന്ന് കൂട്ടിക്കോ. അല്ല, താനല്ലേ ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കോട്ടോ? സാർ ഇതിനായിട്ട് അതൊന്നും മറന്നില്ലേ? വലിയ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പഠിച്ചത്. എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാലകൃഷ്ണൻ അത്യാവശ്യമായിട്ടൊരു ജോലി വേണം. നമ്മുടെ ഡ്രൈവറുടെ പോസ്റ്റ്. ഡ്രൈവറോ? അയ്യോ, ഈ വേഷം പത്രാസം നോക്കണ്ട, എന്ത് ജോലിയും ചെയ്യും. ആള് ഭയങ്കര പരോപകാരിയാ. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഡ്രൈവർ ഇവിടെ തന്നെ താമസിക്കണം. സമ്മതമാണോ? അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇവിടെ തന്നെ താമസിക്കണം. അല്ലെങ്കിൽ രാത്രി ഞാൻ വണ്ടി ഓടിക്കേണ്ടി വരും. വേണ്ട. ശരി. എന്ത് പറയുന്നു? ശരി. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ മുറിയൊക്കെ കാണിച്ചോളൂ. ഇപ്പൊ ചാടി കയറി പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ? ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, നീ അതുപോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം. ആരെങ്കിലും കാണും? കാണട്ടെ. ഈ വീട്ടിൽ ഈ വക കാര്യങ്ങളൊന്നും വേണ്ട. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കട്ടെ. ഒരു കാണുമില്ല. വേണ്ട, പോട്ടാ. അപ്പൊ അതാര്? ബാലേട്ട. കാഴ്ച പോയതാ. ആ കാഴ്ചല്ല, കരട് പോയതാ. ഇത്രയുള്ള ഒരു കരട്. ഇത്ര ഉള്ള കരടോ? ഇത്രയില്ല, ഇത്രയും. ഇത്രയോ? ഇത്രയും, അതിൽ കുറയില്ല. അതിനും കുറയില്ല. മനസ്സിലായി. ചോദിച്ചു പിന്നെ കുത്തി ചോദിച്ചു. അവന്റെ ഈ കരടെടുപ്പ് അത്ര ശരിയല്ലല്ലോ. മച്ചാനെ, എനിക്ക് ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും. ഒന്ന് തന്നെ ഞാൻ. നീ ഇത് പറയണം, ഞാനത് കേൾക്കാൻ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കിടന്നുറങ്ങിക്കോ. ഇതിനൊക്കെ തിരിച്ച് സഹായം ചെയ്യാടേ. പറഞ്ഞാ പോരാ, ചെയ്യണം. ചെയ്യാന്നല്ലേ പറഞ്ഞത്? നീ വാ. നീ എന്തിനകത്തോട്ട് വന്നു? അതെന്റെ വന്നത് കണ്ടില്ല. ലക്ഷ്മി ലക്ഷ്മി, ലക്ഷ്മി. ഞാൻ കുളിക്കാ. ഓ, സമാധാനമായി. അവൾ കുളിക്കോ. നീ പൊയ്ക്കോ.
പിന്നെന്താ ഇവിടെ അല്ല ഡ്രൈവർ ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി അത് നേരെ ബൾബോ എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവനെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ 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 ബൾബ് മാറ്റിയിടാനൊക്കെ ഇവിടെ വേറെ ആളോട് പറയുമായിരുന്നു. ബൾബ് അല്ല എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് അങ്ങ് മറന്നു. അതൊക്കെ നാളെ രാവിലെ ഓർത്തെടുക്കാം. ഇപ്പൊ ചെന്നാട്ടെ. കുഞ്ഞെന്താ ഇന്ന് കാണിച്ചിരിക്കുന്നത്? അങ്ങ് അകത്തോട്ട് കയറി ചെന്നാട്ടെ. നീ എന്ത് നോക്കി നിൽക്കാടാ അവിടെ? അല്ല ഞാൻ കുഞ്ഞകത്തോട്ട് കയറുന്നോ നോക്കുമായിരുന്നു. ചെല്ല്. ഓ ആ ചെല്ലടാ. മോനെ നിനക്ക് ഇതൊന്ന് കുറ്റിയിട്ടൂടെ? അമ്മ അകത്ത് ഭയങ്കര ചൂട് കാരണം ഞാൻ കുറ്റിയിട്ടിട്ട് കിടന്നാ മതി. ചെല്ല്. താനെന്താ ഇവിടെ? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. എന്താ എന്താടാ എന്താ എന്ത് പറ്റി? അവനോടെ പറഞ്ഞു വിടണം. അവന്റെ സ്വഭാവം ശരിയല്ല. നീ തെളിച്ചു പറ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോ അവൻ ഈ കഥ അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ആ ദേഷ്യത്തിന് ഞാൻ ഒറ്റ അടി കൊടുത്തു. നല്ല പണിയാ നീ കാണിച്ചത്. പിന്നെ അവൻ എന്തിനാ ഈ കുറ്റിയിട്ടത്? ഈ കുറ്റി വീഴാഞ്ഞിട്ട് അത് ശരിയാക്കാൻ ഞാൻ അവനോട് പറഞ്ഞല്ലേ. അയ്യോ ഞാൻ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞിട്ട് വരാം. വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൂടെ പ്രശ്നമാവും. ഉണ്ണികൃഷ്ണ, ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്ത്? ബാലേട്ടന് ഇവിടെ എല്ലാരും ഉണ്ണീന്നാ വിളിക്കല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ രണ്ടു പേര് കാണും. മാപ്പിനി നാളെ പറയാം. കൊച്ചമേ എന്താടാ? നമ്മുടെ കൊച്ചു മുതലാളി തറയെ കിടന്നുറങ്ങുന്നു. താറേലോ? ആ തറയല്ലേ, ഞാൻ കണ്ടതാ. കൊച്ചമ്മ ഇങ്ങോട്ട് വന്നേ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഏയ് ഏയ് എന്താ? വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. അത് സാരില്ല. തെറ്റിയത് ഞാനല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ക്ഷമിച്ചു. എടാ മണ്ട, അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവുമായ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല ഉണ്ടാക്കണ്ട. നീ നിന്റെ ജോലി പോയി നോക്ക്.